നമസ്കാരം. അമേരിക്കയിൽ പുതിയ രാഷ്ട്രീയത്തിന് കളമൊരുങ്ങുകയാണ്. ഇതുവരെ രണ്ട് പാർട്ടികൾ മാത്രമാണ് ദേശീയ തലത്തിൽ മുഖ്യധാരയിൽ ഉണ്ടായിരുന്നത്. 1854 സ്ഥാപിതമായതും വലതുപക്ഷക്കാരുമായ റിപ്പബ്ലിക്കൻ പാർട്ടിയും 1828 സ്ഥാപിതമായ ഇടത് മധ്യ രാഷ്ട്രീയ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് അമേരിക്കയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. ദേശീയ രാഷ്ട്രീയത്തിലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പ്രധാനമായും മത്സരിക്കുന്നത് ഈ രണ്ട് പാർട്ടികളുമാണ്. മൂന്നാം പാർട്ടികൾ എന്നറിയപ്പെടുന്ന മറ്റു പാർട്ടികൾ സാധാരണയായി സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് കൂടുതൽ കാണപ്പെടുക. അതിൽ ഇടതുപക്ഷ ചായ്വുള്ള പാർട്ടികളും വലതുപക്ഷ പാർട്ടികളും മധ്യവർത്തി പാർട്ടികളും ഉണ്ട്. ഒരു സ്റ്റേറ്റിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടികളും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടികളും അമേരിക്കയിൽ മത്സര രംഗത്തുണ്ട്. ഫോർവേഡ് പാർട്ടി, ലിബർട്ടേറിയൻ പാർട്ടി, ഗ്രീൻ പാർട്ടി തുടങ്ങിയവയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. അമേരിക്കയുടെ ഇപ്പോഴുള്ള ഭരണം കൈയാളുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയായ വലതുപക്ഷ പാർട്ടിയും അതിനെ നയിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. തൊട്ട് മുമ്പ് നടന്ന ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ജോ ബൈഡനെ തോൽപ്പിച്ച് രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ സഹായിയായിരുന്നു ശതകോടീശ്വരനായ ഇലോൺ മസ്ക്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫീസർ പദവിയിലേക്ക് കയറിയ മസ്ക് നിരവധി ചിലവ് ചുരുക്കൽ പദ്ധതികൾക്ക് തുടക്കമിട്ടിരുന്നു. അനാവശ്യമെന്ന് മസ്ക് കണ്ടുപിടിച്ച പല ചിലവുകൾ വെട്ടിക്കുറയ്ക്കുക വഴി മധ്യ ഇടതുപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും നിരവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. $34 ട്രില്യൺ കടത്തിലേക്ക് അമേരിക്ക കുപ്പുകുത്തുമ്പോൾ വിവിധ തലങ്ങളിൽ നടത്തിയ ചിലവ് ചുരുക്കൽ പരിപാടികൾ പലരുടെയും അതൃപ്തിക്ക് പാത്രമായിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ശതകോടീശ്വരന്റെ ബിസിനസ് സംരംഭത്തിന് ഈ കാലയളവിൽ വലിയ നഷ്ടങ്ങൾ വന്നു ചേർന്നു. ടെസ്ല കമ്പനിയുടെ വിറ്റുവരവിൽ കുറവ് രേഖപ്പെടുത്തിയതും മസ്കിന് വെല്ലുവിളിയായി. പക്ഷെ മസ്ക് എല്ലാ വെല്ലുവിളികളും മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടിക്ക് തുടക്കമിടുകയാണ്. അമേരിക്കൻ പാർട്ടി എന്നാണ് അതിനെ അദ്ദേഹം വിളിക്കുന്നത്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും ഭരണം വച്ചുമാറുന്ന അഴിമതിയുടെ കളങ്കം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ അവകാശപ്പെടുന്നത്. 2022 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ അമേരിക്കൻ പാർട്ടി മുഖ്യധാരയിൽ തന്നെ ഉണ്ടാകുമെന്നും ഒരുമിച്ച് അഴിമതി നടത്തുന്ന മുഖ്യധാര പാർട്ടികളെ തോൽപ്പിക്കുമെന്നും ഇലോൺ മസ്ക് പറയുമ്പോൾ ആരായിരിക്കാം അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന വിഷയം ഗൗരവമേറിയതാണ്. എന്തുകൊണ്ടെന്നാൽ അമേരിക്കൻ നിയമം അനുസരിച്ച് മറ്റൊരു രാജ്യത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ പ്രസിഡന്റ് ആവാൻ സാധ്യമല്ല. മസ്കിന്റെ മുത്തച്ഛൻ അമേരിക്കക്കാരനാണെങ്കിലും മസ്ക് ജനിച്ചത് ആഫ്രിക്കയിലാണ്. അമേരിക്കൻ ഭരണഘടനയുടെ അനുച്ഛേദം 2 വകുപ്പ് 1 അനുസരിച്ച് വിദേശത്ത് ജനിച്ചവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുണ്ട്. നാഥനില്ല കളരിയായ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വമില്ലാതെ ഉഴറുന്നതും ഇപ്പുറത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ ഡൊണാൾഡ് ട്രംപ് വ്യക്തതയില്ലാതെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതും മസ്കിന് പ്രതീക്ഷ ഉണർത്തുന്നതാണ്. ദൂരവ്യാപകമായ ബലങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന 1000 പേജ് വരുന്ന നിയമം നികുതി വ്യവസ്ഥയിലും പ്രതിരോധ ചിലവിന്റെ കാര്യത്തിലും ക്ഷേമകാര്യത്തിലും വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇലോൺ മസ്ക് ആദ്യമേ എതിർത്തിരുന്നതാണ്. ഈ ബില്ല് നിയമമായത് ട്രംപ് വളരെ വിയർപ്പൊഴുക്കിയിട്ട് തന്നെയാണ്. സെനറ്റിൽ ഭൂരിപക്ഷം ലഭിക്കാവുന്ന ബില്ലിന് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെയാണ് കടന്നുകൂടാൻ കഴിഞ്ഞത്. പ്രതിനിധി സഭയിൽ വെറും 4 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബില്ല് പാസാക്കിയത്. ബില്ലിനെ ആദ്യം മുതലേ എതിർത്ത കോടീശ്വരനായ മസ്ക് ഇതിനുവേണ്ടി വോട്ട് ചെയ്ത ഒരു റിപ്പബ്ലിക്കനെയും അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലം തൊടിക്കില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുന്നു. അമേരിക്കൻ നടപ്പ് രാഷ്ട്രീയത്തിനെ റിപ്പബ്ലിക്കുകളും ഡെമോക്രാറ്റുകളും കൂടി നടത്തുന്ന കൂട്ടുകൃഷി എന്നാണ് ഇപ്പോൾ മസ്ക് വിളിക്കുന്നത്. അമേരിക്കൻ ജനതയെ വഞ്ചിക്കുന്ന തട്ടിപ്പ് നാടകമാണ് ഈ രണ്ട് പാർട്ടികളും ചേർന്ന് കളിക്കുന്നത് എന്നും മസ്ക് ആരോപിക്കുന്നു. തന്റെ പുതിയ പാർട്ടിയെക്കുറിച്ച് നടത്തിയ അഭിപ്രായ സർവേയിൽ വലിയ പിന്തുണയാണ് ഇലോൺ മസ്കിന് ലഭിച്ചത്. മൂന്നാമത്തെ ഒരു പാർട്ടി കൂടി അധികാരത്തിനു വേണ്ടി മുന്നോട്ട് വരുമ്പോൾ തുടർന്നു പോകുന്ന പല രാഷ്ട്രീയ ചിന്താഗതികൾക്കും മാറ്റം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. മാത്രമല്ല, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ലോക രാഷ്ട്രീയ രംഗത്തും കാതലായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കും.